ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ തറാവീഹ് നിസ്കാരത്തിന്റെ മനസ്സ് കാണിച്ചുകൊണ്ട് കടന്നു വന്നാൽ എന്റെ സഹോദരിമാരോട് സഹോദരന്മാരോട് പറയുകയാണ്, പവിത്രമായ തറാവീഹിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഓരോ ദിവസത്തെ തറാവീഹിനും മഹത്വമുണ്ട്. അത് നല്ലതുപോലെ നിസ്കരിച്ചുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാഹ് അത് നമുക്ക് വല്ലാത്ത മെച്ചമാണ്. അത് നമുക്ക് വല്ലാത്തൊരാനന്ദമാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. എന്തിനേറെ പരിശുദ്ധമായ റമളാനില് നല്ലതുപോലെ സന്തോഷകരമായിട്ട് കടന്നു വന്നുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, ആ നോമ്പ് പിടിച്ചിട്ടുള്ള ക്ഷീണം മാത്രമല്ല, ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം എന്റെ സഹോദരിമാർ ഒരുപാട് പാടുപെടുന്നവരാണ്, അടുക്കളയുടെ ചുമരിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ എന്റെ ഉമ്മ അതിന് വല്ലാത്ത പ്രതിഫലമുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ വിഷയം തന്നെ അതാണ്, അടുക്കളയിൽ ജോലി ചെയ്യുന്ന നോമ്പ് നോറ്റ സഹോദരിമാർ എന്നുള്ള വിഷയം പറഞ്ഞുകൊണ്ട് നാളെ നിങ്ങളുടെ മനസ്സിന്റെ കുളിർവരുന്ന ചരിത്രങ്ങൾ പറയും. അല്ലാഹുവേ, കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. സഹോദരങ്ങളെ, നമ്മളവിടുന്ന് നോമ്പ് നോറ്റുകൊണ്ട് പട്ടിണിയിരുന്ന് കൊണ്ട് കടന്നു വരുന്നവരാണ്. അങ്ങനെ പട്ടിണിയിരുന്ന് സങ്കടത്തോടെ നോമ്പ് നോറ്റിട്ട് കടന്നു പോകുമ്പോ അല്ലാഹുവേ, ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും പല കുറ്റങ്ങളും നമ്മളിലേക്ക് വന്നു പോകാം. അവിടുന്ന് പല തെറ്റുകളും പല അങ്ങനെ വന്നുപോയാൽ അതിനുള്ള പരിഹാരമാണ് പരിശുദ്ധമാക്കപ്പെട്ട തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് നിസ്കാരത്തെ നല്ലതുപോലെ കൊണ്ടുവന്നിട്ട് ജീവിതം മെച്ചപ്പെടുത്താൻ ഒരുങ്ങിയാൽ അൽഹംദുലില്ലാഹ് നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവർ ലോകത്തില്ല, നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവർ ലോകത്തില്ല, നിങ്ങളെപ്പോലെ പടച്ചവന്റെ അടുക്കൽ വിജയിക്കുന്നവർ ലോകത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞത്, നല്ലതുപോലെ പരിശുദ്ധമായ റമളാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവർ, ആ റമളാനിന്റെ പോരിശകൾ മനസ്സിലാക്കുന്നവർ അൽഹംദുലില്ലാഹ് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ അവിടുന്ന് തറാവീഹ് നിസ്കരിക്കുന്നവരാകണം. ചിലര് വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നുണ്ട്. ആ വീട്ടിൽ ഉമ്മമാരൊക്കെ ചേർന്നിട്ട് ഒരുപാട് സഹോദരങ്ങൾ ഒരുമിച്ച് ആ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ അറിയുമോ, തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടരുത്. നിങ്ങൾ തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ 20ാമത്തെ റക്അത്തില് അവിടെ സലാം വീട്ടുകയാണ്. അങ്ങനെ സലാം വീട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ദുആ ചെയ്യാതിരിക്കാറുണ്ട്. പള്ളിയിലെ ഇമാം ഇങ്ങനെ ഖിബിലക്ക് മുന്നിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഏതുപോലെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ, ഇപ്പൊ ഉദാഹരണം ഇതെന്റെ കിബിലയെ നിങ്ങൾ അങ്ങോട്ട് കരുതാം, എന്റെ കിബിലയാണ് നിങ്ങൾ അങ്ങോട്ട് കരുതാം. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ഇങ്ങനെ തിരിയാം. ചിലപ്പോ നിങ്ങൾക്ക് ഇപ്പോ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഇടത്തോട്ടായിരിക്കും ഞാൻ ഇപ്പൊ തിരിയാ, പക്ഷെ അങ്ങനല്ല, നിങ്ങൾ വലത്തോട്ട് തിരിയണം. വീഡിയോയിൽ കാണിക്കുമ്പോ ഇടത്തോട്ടായിരിക്കും ഇപ്പൊ തിരിയാ. നിങ്ങൾ നേരെ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറയണം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് 3 പ്രാവശ്യം നിങ്ങൾ പറയണം. അതിന് പള്ളിയിലാലും വേണ്ടില്ല, വീട്ടിലാണെങ്കിലും വേണ്ടില്ല, എവിടെയായാലും ആ നിങ്ങൾ പറഞ്ഞ വലിയ പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധിയാണ് നമ്മളെ വാഴ്ത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ദുആ ചെയ്യാറുണ്ടല്ലോ. തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാൻ ഉത്തഖാ വതുഖാ വഖുലസാ വഉമനാ മിനന്നാർ وجعلنا من نتقائك وتلقائك وخلصائك وأمنائك من النار. ആ ദുആയും നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ പടച്ച റബ്ബേ ഒരുപാട് പ്രതിഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകുകയാണ്. ഈ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ പാടെ എഴുന്നേറ്റ് ഓടുകയോ ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ അവിടെ കൊടുക്കാതെ ഒരു 2 മിനിറ്റെങ്കിലും ആ ഇരിപ്പിലിരിക്കുക അല്ലേ? ഏതെങ്കിലും ഒരാൾ തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ എന്റെ പൊന്നുപെങ്ങന്മാര് വീടിന്റെ ഉള്ളിലാണ് നിങ്ങൾ നിസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്തട്ടിൽ
നിങ്ങൾ അവിടെ നിന്ന് സലാം പറഞ്ഞാൽ എഴുന്നേറ്റോടല്ല ഉമ്മ. അവിടെ മുസല്ലായിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ സങ്കടങ്ങളുണ്ട്, എത്രയോ പ്രയാസങ്ങളുണ്ട്, എത്രയോ ദുഃഖങ്ങളുണ്ട്, എത്രയോ വേദനകളുണ്ട്. ആ വേദനകളും ആ ദുഃഖങ്ങളുമെല്ലാം അള്ളാഹുവിലേക്ക് ചോദിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരു സമയം നിങ്ങൾക്കില്ല, ഇതുപോലത്തെ ഒരു സമയം നിങ്ങൾക്കില്ല, ഇതുപോലത്തെ ഒരു ആനന്ദം നിങ്ങൾക്കില്ല, ഇതുപോലത്തെ ഒരു സുഖലോലുപത നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹാനുഭാവനായ അബൂ ഉബയ്യ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ടവള് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവള് കടന്നു വന്നിട്ട് അബൂ ഉബയ്യോട് പറയാ, തങ്ങളെ ജീവിതത്തിൽ വല്ലാതെ പ്രയാസമാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടത്തിലാണ്. പെണ്ണാണ് പറയുന്നത്, ഭർത്താവ് കടത്തിന്റെ കെണിയിലാണ്. എങ്ങനെ കരകയറുമെന്നറിയില്ലല്ലോ, എങ്ങനെ കടങ്ങൾ മാറുമെന്നറിയില്ലല്ലോ, എങ്ങനെ എല്ലാം വിട്ടുപോകുമെന്നറിയില്ലല്ലോ. വല്ലാത്ത വേദനയിലാണ്, വല്ലാത്ത ദുഃഖത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്, വല്ലാത്ത നൊമ്പരത്തിലാണ്. അതുകൊണ്ട് അതിനുള്ളൊരു പരിഹാരം എന്താണ്? ആ പരിഹാരം എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ആ പരിഹാരം എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്നെ ഒന്ന് പഠിപ്പിക്കുമോ? എനിക്കൊന്ന് സന്തോഷം തരുമോ? എനിക്കൊരുപാട് കടമുണ്ട്, എന്റെ ഭർത്താവിനാണ് കടങ്ങൾ. അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ കടങ്ങൾ അവിടെ നിന്ന് മാറണം. അതിന് ഞാൻ എന്ത് വേണം എനിക്കൊന്ന് പഠിപ്പിക്കുമോ? ഉടൻ തന്നെ മഹാനുഭാവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി അറിയുമോ? മഹാനുഭാവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി അറിയുമോ? മോളെ, തറാവീഹ് നിസ്കാരമുണ്ടല്ലോ, ആ തറാവീഹ് നിസ്കാരത്തിൽ നീ ഒന്നിരിക്കുക. നീ അവിടെ നിന്ന് നിറഞ്ഞ മനസ്സോടെ ഇരുന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നീ നിന്റെ മുസല്ലായിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇസ്തിഗ്ഫാർ ഒന്ന് ചൊല്ലുമോ? അവിടെ നിന്നൊരു കണക്ക് പറഞ്ഞു കൊടുത്തു. 73 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നീ അവിടെ നിന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുക. അല്ലാഹുവേ, ദാറുസ്സലാമിന്റെ മജ്ലിസിൽ ദുആ ചെയ്യാ പറഞ്ഞവരിൽ വീടില്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്, കടത്തിൽ കഴിയുന്നവരുണ്ട്, സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, ആവലാതിയിലും വേവലാതിയിലെല്ലാം കടന്നുകൊണ്ട് കഴിഞ്ഞു കൂടുന്നവരുണ്ടേ. എന്നാ ചൊല്ലുമോ? തറാവീഹ് നിസ്കാരം കഴിഞ്ഞിരുന്നേറ്റ് ഓടാതെ അവിടെ ഇരുന്നിട്ട് നല്ല നീയത്തോടെ നല്ല മനസ്സോടുകൂടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള നല്ല മനസ്സും നല്ല നീയത്തും വെച്ച് നിങ്ങൾ അങ്ങനെ ചൊല്ലുകയാണോ? നിങ്ങൾ അങ്ങനെ ചൊല്ലുകയാണോ? എന്നാൽ പടച്ചവനെ, അത് മാത്രമല്ല, അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നവിടെ നിന്ന് 3 തവണ നിങ്ങൾ ചൊല്ലിയിട്ട് അതേ ഇരിപ്പിടത്തിൽ ഇരുന്ന് കരയുക, കണ്ണുനീര് ഇറ്റുക. ഇനി നിനക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിലോ അല്ലാ അല്ലാ, നീ എവിടെ നിന്ന് ഉണ്ടാക്കിയെങ്കിലും കരയുക, നീ എവിടെ നിന്ന് ഉണ്ടാക്കിയെങ്കിലും കരയുക. അങ്ങനെ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ അല്ലാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്താൽ അല്ലാ അല്ലാ, നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നിങ്ങളുടെ കടങ്ങളെ വീടുമെന്നാണ്. ഒരുപാട് ആളുകൾ കടമുള്ളവരാണ്, ഒരുപാട് ആളുകൾ സങ്കടമുള്ളവരാണ്, ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസത്തിലുള്ളവരാണ്. എന്റെ പൊന്നു പെങ്ങന്മാരെ, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന്റെ കടങ്ങൾ മാറും, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ മനസ്സ് കൊടുക്കണം. നിങ്ങൾ മനസ്സ് കൊടുത്ത് നിങ്ങൾ നല്ല മനസ്സോടെ നിങ്ങൾ അങ്ങനെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രയാസവും അല്ലാഹു മാറ്റുകയാണ്. അതിനുവേണ്ടി പരിശ്രമിക്കണം. തറാവീഹ് നല്ലതുപോലെ നീ ചെയ്തെന്നാൽ അത്ഭുതമാണ് ജീവിതം അതു എന്നാൽ അൽഹംദുലില്ലാഹ് നീ അതും ചെയ്തെങ്കിലേ സ്വർഗത്തിലുള്ളൊരു വാതിലായി ഉതകുന്നതേ.
കൽബിന്റെ മെച്ചം നേറ്റവും ഉതകുന്നതാ സന്തോഷമാലേ നീ അതിൽ ലയിക്കുന്നതാ സ്വർഗത്തിലുണ്ടൊരു വാതിലും അതു മെച്ചമാ സന്തോഷമാലേ കൽബകം നിറയുന്നതാ അറിവിന്റെ കേന്ദ്ര ബിന്ദുവായി നിനക്കെങ്കിലോ തറാവീഹ് നല്ലതുപോലെ നീ ചെയ്തെങ്കിലോ പരിശുദ്ധമായ തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ 73 പ്രാവശ്യം അവിടുന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് അവിടുന്ന് ചൊല്ലിയിട്ട് ഇരുന്ന് കലഞ്ഞ അല്ലാഹ് കരഞ്ഞ കലങ്ങുന്ന കണ്ണുകളോടെ നിന്റെ മനസ്സൊന്ന് നമ്പരപ്പെട്ടാൽ നിന്റെ ഏത് വലിയ കടങ്ങളാകട്ടെ ഏത് വലിയ സങ്കടങ്ങളാകട്ടെ ഏത് വലിയ ദുഃഖങ്ങളാകട്ടെ അതെല്ലാം അല്ലാഹു അവിടുന്ന് മാറ്റുന്നതാണ്. പക്ഷെ തറാവീഹ് നിസ്കാരം അലസമായിട്ട് നിസ്കരിക്കരുത്. ചില ആളുകൾ ഇതിപ്പോ 23 റക്അത്തൊക്കെ എങ്ങനെ അപ്പൊ നിസ്കരിക്കാം? ഒരാളുടെ ഇബാദത്തിന് അല്ലാഹു സ്വീകരിക്കില്ല. ഒരു പെണ്ണിന്റെ ഒരാണിന്റെ ഇബാദത്തിന് അല്ലാഹു സ്വീകരിക്കില്ല. എങ്ങനെ ഉള്ളവരെന്നറിയുമോ? 20 റക്അത്ത് നിസ്കരിക്കണമല്ലോ. ചില ആളുകൾ വെറുതെ തറാവീഹ് നിസ്കരിക്കും. ചില ആളുകളെ അവർ തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് ഒരു പ്രതിഫലം കിട്ടാൻ പോണില്ല. എന്താ കാരണം എന്നറിയോ? അവർ തറാവീഹ് നിസ്കരിക്കുന്ന പടച്ചോനെ നാട്ടുകാരെല്ലാം പറയൂ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നിപ്പോ ഭർത്താവ് പള്ളിയിൽ പോയില്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ പുറപുറ വൃത്തോണ്ടിരിക്കൂലേ? ഭാര്യ പറയും, എന്താ നിങ്ങൾ പള്ളിയിൽ പോയത്? അപ്പുറത്തെ അബൂബക്കർക്ക് പോയില്ലേ, സുബൈർ പോയില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താ പോയാല്? ഭാര്യ ചില ആളുകൾ, എല്ലാരും അല്ല, ചില ആളുകൾ അങ്ങനെ പേടിച്ചിട്ട് പള്ളി വരുന്നവരുണ്ട്. ചില ഉമ്മമാര് ചോദിക്കും, നിങ്ങൾ എന്താ മനുഷ്യൻ ഇങ്ങനെ പോത്തുപോലെ വളർന്നിട്ടും അപ്പുറത്തുള്ളവരെല്ലാം പള്ളിയിൽ പോയി, നിങ്ങൾക്ക് എന്താ പള്ളിയിൽ പോയാൽ കൂടെ? ചില ഭാര്യമാര് ചോദിക്കും, ചിലപ്പോൾ അത് പേടിച്ചിട്ട് പോകുന്നവരുണ്ടാവും. ചില മക്കളുണ്ട് പള്ളിയിൽ 20ാമത്തെ റക്അത്തിലൊക്കെ വന്നു കൂടുന്നവരുണ്ടാവും. നമുക്കറിയാലോ, ചില പള്ളികളിൽ 20ാമത്തെ അല്ലെങ്കിൽ 28 പിന്നെ 19ാമത്തെ റക്അത്തിലൊക്കെ വന്നിട്ട് കൂടും. എന്തിനെന്നറിയോ? അവർ ഫുൾ ഉണ്ടെന്നങ്ങ് അറിയിപ്പിച്ചാൽ മതി. ഉമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടും, മോനെ നീ പോയിട്ട് വാ പള്ളി സംസ്കരിച്ചിട്ട്. അവൻ ഇങ്ങനെ വഴി ഫുള്ള് കിടന്ന് ഇറങ്ങിയിട്ട് അവസാനം അവിടെ നിന്ന് ആ തറാവീഹ് അവിടെ നിന്ന് കഴിയാറാകുമ്പോ നേരെ വന്നിട്ട് പള്ളി കയറി ഭയങ്കര ഇബാദത്തായിരിക്കും. ഇല്ലേ? ഏത് മനുഷ്യന്റെ ഇബാദത്താ? പെങ്ങളെ, നിങ്ങളൊക്കെ തറാവീഹ് നിസ്കരിക്കുന്നെങ്കിലും ഒരിക്കലും മനസ്സുകൊണ്ട് കരുതരുത്, ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കില്, ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കില് എന്ന് പറഞ്ഞുകൊണ്ട് കരയല്ലേ. അതേ സമയത്ത് 20 റക്അത്താണെങ്കിൽ 20 റക്അത്ത് നിറഞ്ഞ മനസ്സോട് നിങ്ങൾ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമോ? മൂന്ന് കാര്യങ്ങൾ ദുആ ചെയ്യണം. ഒന്നാമത്തത്, പടച്ചവനെ എന്റെ നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാ, എന്റെ നോമ്പ് തുറയെ സ്വീകരിക്കണേ അല്ലാ, എന്റെ തറാവീഹ്, എന്റെ റമളാനും ഇതെന്റെ അവസാനത്തെ തറാവീഹും റമളാനും ആക്കല്ലേ അല്ലാ. എത്രയോ ആളുകൾ കഴിഞ്ഞ റമളാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, ജഗത്തട്ടിൽ നോമ്പ് തുറക്കാനും കടന്നിരുന്ന എത്രയോ പ്രിയപ്പെട്ടവർ വിട പറഞ്ഞ ഖബറിലാണ്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമോ? അല്ലാഹുവേ, ഇതെന്റെ അവസാനത്തെ നോമ്പാക്കല്ല റബ്ബേ, ഇതെന്റെ അവസാനത്തെ റമളാനാക്കല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോട് അവിടെ നിന്നുകൊണ്ട് തറാവീഹ് നിസ്കാരത്തിന് ശേഷം ഈ ഒരു 3 ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകളെ പടച്ചവനോട് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ, നിനക്ക് വേണ്ടി നിസ്കരിച്ചുകൊണ്ട് കടന്നു വന്ന് നിനക്ക് വേണ്ടി നോമ്പ് നോറ്റ് ഇനിയും ഒരുപാട് തറാവീഹ് നിസ്കരിക്കാം, ഒരുപാട് നോമ്പ് നോക്കാം, ഒരുപാട് സന്തോഷം കൊണ്ടുവരാ. ആ പെണ്ണ് കരയുന്നതാണ് അല്ലാ, അടുത്ത കൊല്ലം വരെ ക്യാൻസർ കൊടുക്കല്ല റബ്ബേ, അപസ്മാരം കൊടുക്കല്ല റബ്ബേ, അറ്റാക്ക് വെക്കല്ല റബ്ബേ, മാരകമായ രോഗങ്ങൾ കൊടുക്കല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മാലാകമാര് നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ദുആരക്കുമ്പോൾ, എന്റെ പെങ്ങളെ, നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഒരിക്കലും ഈ ഒരു മജ്ലിസ്, ഈ ഒരു മണിക്കൂർ മജ്ലിസ് എന്ന് പറയുന്നത് ഞാൻ എനിക്ക് പവറുണ്ടെന്ന് പറയാനല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്നാൽ, എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, നിങ്ങൾക്കതിന്റെ പ്രതിഫലം ലഭിച്ചാൽ അതാണ് എനിക്ക് ഏറ്റവും
ഏറ്റവും നല്ലത്. അതല്ലാതെ ഞാൻ ഇന്ന് വരെ ആരും എന്റെ പ്രഭാഷണം ഉഷാറാണെന്ന് പറയാനല്ല. എന്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അതാണ് എനിക്ക് ഏറ്റവും നല്ല മർമ്മപ്രധാനമായി ലഭിക്കുന്നത്. നാളെ പടച്ചവന്റെ കോടതിയിൽ അല്ലാഹുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ മുഴുവനും ദിവസം അല്ലാഹുവേ ഇതെന്റെ അവസാനത്തെ നോമ്പാക്കല്ല റബ്ബേ. നിങ്ങൾക്കറിയുമോ, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് കിടന്നിട്ട് ദുആരക്കുകയാണ്, എനിക്ക് 120 വയസ്സ് പ്രായമാണ്. ചില്ലറയല്ല ചെറുപ്പക്കാരാ, 120 വയസ്സ് പ്രായമാ. എന്തേ അവിടെ എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ ഇതെന്റെ അവസാനത്തെ റമളാൻ ആക്കല്ലേ റബ്ബേ, ഇതെന്റെ അവസാനത്തെ റമളാനാക്കരുത്. വയസ്സൊരുപാടുണ്ട്, എന്നിട്ടും നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ആ മനുഷ്യന്റെ നിറമനസ്സിന്റെ സന്തോഷം മനസ്സിൽ തളം കെട്ടി വന്ന് അല്ലാഹു ഇതാരാണ് കേൾക്കുന്ന എന്നറിയുമോ? സയ്യിദുനാ ഉബാദ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. അടുത്ത കൊല്ലം അവിടുന്ന് റമളാനിന്റെ 1-ാമത്തെ ദിവസത്തിൽ ഉബാദ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുമ്പോ അതാ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ ഒരു ഖുർആനിന്റെ ഓതൽ കേൾക്കുകയാണ്. ആരാണ് ഖുർആൻ ഓതുന്നത് എന്നറിയുമോ? പടച്ചവനെ, നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നല്ല സന്തോഷത്തോടെ കടന്നിരിക്കുന്ന ഈ വയസ്സായ പ്രായം ചെന്ന ഉപ്പയാണ്. കഴിഞ്ഞ റമളാനിൽ ദുആ ചെയ്തു, റബ്ബേ ഇതെന്റെ അവസാനത്തെ റമളാൻ ആക്കല്ല റബ്ബേ, ഇതെന്റെ അവസാനത്തെ നോമ്പാക്കല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് അവിടുന്ന് ദുആരക്കുമ്പോ അടുത്തൊരു കൊല്ലത്തിൽ അവിടുന്ന് നല്ലതുപോലെ നല്ല മനസ്സോടെ അവിടുന്ന് കടന്നു വരാൻ അദ്ദേഹത്തിന് സാധിച്ചു പോയെങ്കിൽ നമ്മളും നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യുമോ? അല്ലാഹു എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. വയസ്സായാലും ഇബാദത്തിന് മുടക്കം വരുത്താത്ത എത്രയോ ആളുകളുണ്ട്. വയസ്സായാലും ഖുർആൻ ഓതലിന് മുടക്കം വരുത്താത്ത എത്രയോ ആളുകളുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പ്രിയപ്പെട്ട വയസ്സായ ഉപ്പമാരുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഇത് അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് റമളാനിൽ നല്ലതുപോലെ കടന്നു വന്ന് ഇബാദത്ത് ചെയ്യാ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. സഹോദരങ്ങളെ, അതുകൊണ്ട് എത്ര വയസ്സുള്ളവരാകട്ടെ, അതാ 120 വയസ്സുള്ള മനുഷ്യൻ ദുആ ചെയ്തു പോയതല്ലാ, ഇതെന്റെ അവസാനത്തെ റമളാനാക്കല്ല റബ്ബേ. പള്ളിയിൽ അവിടുന്ന് തറാവീഹ് നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പിരിയുമ്പോ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ദുആ ചെയ്യണമല്ലാ, ഇതെന്റെ അവസാനത്തെ തറാവീഹ് ആക്കല്ലേ റബ്ബേ, ഇതെന്റെ അവസാനത്തെ നോമ്പാക്കല്ല റബ്ബേ. ഇങ്ങനെ ദുആ ചെയ്യുന്നവരാരാണോ അവരെയാണ് പടച്ചവനിക്ക് വല്ലാത്ത ഇഷ്ടം. കാരണം എന്താണ്? അല്ലാഹുവിനോട് മഹബ്ബത്ത് വെച്ചിട്ടാണ് അവർ വരുന്നത്, അല്ലാഹുവിനോട് ഇഷ്ക് വെച്ചിട്ടാണ് അവർ വരുന്നത്, അല്ലാഹുവിനോട് സന്തോഷം വെച്ചിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് നല്ല മനസ്സും നല്ല നീയത്തും വെച്ചുകൊണ്ട് ആരാണ് ഇബാദത്ത് ചെയ്യാൻ, നല്ല മനസ്സ് കൊടുക്കാൻ, നല്ല മനസ്സ് കാണിക്കാൻ ആരാണ് ദുആ ചെയ്യുന്നത്, അവര് ഭാഗ്യമുള്ളവരാണെന്ന് പഠിപ്പിച്ചതാരാ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല മനസ്സും നല്ല നീയത്തും നല്ല ബോധത്തോടും കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ എന്റെ ഉമ്മമാർക്ക് വേണ്ടിയുള്ള വാദാണ്. അല്ലാഹു കേൾക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുന്നു, ഇത്രയും നേരം നിങ്ങൾ ഇരുന്നു, ഒരു 2 മിനിറ്റ് ഈ ദുആക്ക് നിങ്ങൾ ആമീൻ പറയണം. ആരുടെ ആമീനാ സ്വീകരിക്കാൻ അറിയില്ല. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ.
ഈ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ സംഗമിച്ച ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ ഇതിലൂടെ കമന്റിലൂടെ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഓരോരുത്തരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകൾ കൊടുക്കല്ല അല്ലാ, സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലാ, ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ലാ. ഈ പരിശുദ്ധമായ റമളാൻ 30 നോമ്പ് നോക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. പടച്ചവനെ, ഇതിലിരുന്ന് കൊണ്ട് ആരൊക്കെ ആമീൻ പറയുന്നു, ഈ പരിപാടി മറ്റുള്ളവരിൽ ആരൊക്കെ എത്തിച്ചു കൊടുക്കുന്നു, അല്ലാഹുവേ, അവരൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ റബ്ബേ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. രോഗങ്ങളെ മാറ്റണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവരുണ്ട്, അംഗവൈകല്യമുള്ള മക്കളുള്ളവരുണ്ട്, കേൾവിയില്ലാത്ത മക്കളുണ്ട്, സംസാരിക്കാത്ത മക്കളുണ്ട്, അങ്ങനെ തുടങ്ങി പല മക്കളുമുണ്ട്. പടച്ചവനെ അല്ലാഹുവേ, അവർക്കെല്ലാം നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സംസാരിക്കുന്ന, വർത്തമാനം പറയുന്ന, ഉമ്മയോട് ബാപ്പയോട് സ്നേഹത്തോട് കടന്നു വരുന്ന, ഉമ്മാന്ന് വിളിക്കുന്ന, ബാപ്പാന്ന് വിളിക്കുന്ന മക്കളെ നീ കൊടുക്കണേ അല്ലാ. അങ്ങനത്തെ മക്കളാക്കി മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ പ്രത്യേകമായ നിഅമത്തുകളും ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്ന മക്കളാക്കി മാറ്റണേ അല്ലാ. സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുന്നവരാക്കി മാറ്റണേ അല്ലാ. പരിശുദ്ധമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് സന്തോഷത്തോടെ കടന്നു വരുന്നവരാണ്. ഒരാളെയും പാഴാക്കല്ല റബ്ബേ, ഒരാളെയും സങ്കടത്തിലാക്കല്ല റബ്ബേ, ഒരാളെയും ദുഃഖത്തിലാഴ്ത്തല്ല അല്ലാ. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, ആവലാതിയുള്ളവരുണ്ട്, ദുഃഖമുള്ളവരുണ്ട് അല്ലാ. എല്ലാവരുടെ പ്രയാസങ്ങൾക്കും നീ പരിഹാരം കൊടുക്കണേ അല്ലാ. പരിഹാരം കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.